നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമദിനത്തിൽ പേരാമ്പ്ര താലൂക്ക് ആശുപത്രി പരിസരത്ത് സ്മൃതി വൃക്ഷത്തൈ നടലും അനുശോചന യോഗവും സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി മുനീർ എരവത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി പേരാമ്പ്ര താലൂക്ക് ആശുപത്രി പരിസരത്ത് INTUCയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടലും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. VV ദിനേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി മുനീർ എരവത്ത് സ്മൃതി വൃക്ഷം നട്ട് ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം പൂർത്തിയായി. 2023 ജൂലൈ 18 തീയതി അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വിതുമ്പുന്ന കേരളം ഇന്നലെ കഴിഞ്ഞതുപോലെ നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് ഏകദേശം 30 മണിക്കൂർ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കടന്നുപോയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു പൊതുപ്രവർത്തനം കിട്ടാത്ത തരത്തിലുള്ള അംഗീകാരവും പിന്തുണയും ഉമ്മൻചാണ്ടിക്ക് കേരളക്കര കൊടുത്ത് നിങ്ങളും ഞാനും കണ്ടതാണ്. നമ്മളൊക്കെ ചിന്തിപ്പിക്കുന്നൊരു വിഷയം, എന്തുകൊണ്ടാണ് ഒരു സമൂഹം മുഴുവൻ ഒരു മനുഷ്യനെ ഇത്രമേൽ സ്നേഹിക്കാൻ എന്നുള്ളതാണ്. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ ആമുഖത്തിൽ മമ്മൂട്ടി പറയുന്നു, ഉമ്മൻചാണ്ടിക്ക് ഒരു ഡോക്ടറേറ്റും കിട്ടിയിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡോക്ടറേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യ സ്നേഹത്തിനായിരിക്കുമെന്ന് അതിൻ്റെ ആമുഖത്തിൽ മമ്മൂട്ടി പറയുന്നു. VP സുരേഷ്, സുനിൽകുമാർ PS, രാജീവൻ പാറാട്ടുപാറ, ആലീസ് ടീച്ചർ, PM പ്രകാശൻ, രാജീവൻ P, വാസു വേങ്ങേരി, മിനി വട്ടക്കണ്ടി, KC രവീന്ദ്രൻ, ശശി ശിശിരം, PK മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.